വള്ളത്തിൽ കിടന്നിട്ട് ആ ലോറി കിട്ടി. ആ ലോറി ഇപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി. ലോറി അങ്കോളയിലെ ഒരു ഗാരേജിലായിരുന്നു. ഇതേ ആരോ ഒരു വിളക്ക് വെച്ചാട്ടോ അവിടെ, ഒരു ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ആ വിളക്ക് വെച്ച ആ സ്ഥലത്താണ് ഈ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ വിളക്ക് വെച്ചത്. ഇവിടെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഈ ലക്ഷ്മണൻ്റെ വൈഫിൻ്റെ ആങ്ങള, അയാൾ സ്ഥാപിച്ചാന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, അതൊരു വൈകുന്നേരങ്ങളിലൊക്കെ ആരോ ഒന്ന് തീ കൊളുത്തി ദീപം തെളിയിക്കുന്നൊക്കെ. ഈ വർഷം കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജൂലൈ 16 എന്ന് പറയുന്ന ഒരു ദിവസത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേലിക്കെട്ടുകൾക്ക് അതീതരായിട്ട് മനുഷ്യർ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നത്. ഏതൊരു വീഡിയോ, അതായത് ശിരൂർ അപകടം എന്ന് പറയുന്ന കേൾക്കുന്ന സമയത്തെ അതിൻ്റെ സെക്ഷനിൽ, അതായത് കമൻറ്റ് സെക്ഷനിൽ ഫുള്ള് എല്ലാ മലയാളികളും ഒരുപോലെ വന്നിരുന്ന് യാ റബ്ബേ, അല്ലെങ്കിൽ ഈ പറയുന്ന യേശുവേ, അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവമേ നാരായണ, അങ്ങനെ ഓരോ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അർജുൻ എന്ന് പറയുന്ന ആ ഒരു മലയാളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് എത്ര ദിവസമാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. 72 ദിവസത്തിന് ശേഷം അർജുനെ കണ്ടു കിട്ടാൻ വേണ്ടി അത്രയും കാലം നീണ്ടു നിൽക്കുന്ന സമയത്ത് പോലും എല്ലാ മലയാളികൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ജീവനോടെ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ആ ഒരു കുടുംബത്തിന് ഒരു കാത്തിരിപ്പാണത്. ആ കുഞ്ഞു കുട്ടിക്ക് അച്ഛനെ തിരികെ കാണാനുള്ള ഒരു കാത്തിരിപ്പ്, എന്തെങ്കിലും ഈ പറയുന്ന ആ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, നമുക്കറിയാവുന്ന കാര്യമാണ്, അച്ഛനും അമ്മയും ജീവനോടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുക എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ ഏകദേശം പോയി എന്നുള്ളത്, ഏകദേശമല്ല പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. അപ്പം ഇതിനിടയിൽ പോലും പല രീതിക്ക് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ആ കുടുംബത്തിന് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു ഭൗതികാവശിഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടി എല്ലാവരിലും ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് പറയാതെ കഴിഞ്ഞ അത്രയും ദിവസങ്ങൾ എന്ന് പറയുന്നത്, ലാസ്റ്റ് ആ മണ്ണോട് ചേർന്ന്, അല്ലെങ്കിൽ ആ വണ്ടി, അർജുന ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ആ വണ്ടിയോട് ചേർന്ന് തന്നെ അർജുനെ ആ വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഗംഗാവലി നദിയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന അത് കാണുന്ന സമയത്ത് നമ്മൾ ഓരോ മലയാളികളും അനുഭവിച്ച വേദന എന്താണ്, നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരാൾ മരണപ്പെട്ടു പോയതുപോലെ, അല്ലെങ്കിൽ നമ്മളോട് വിട പറഞ്ഞു പോയതുപോലുള്ള വേദന തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു വിഷയമാണിതെന്ന് പറയുന്നത്. ഇതിൽ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അവസാനിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത കണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കാരണം ആ ഒരു സഹോദരനെ ഒരാൾ മറക്കാൻ ചാൻസ് ഇല്ല, ഒരാൾക്ക് മറക്കാനും പറ്റില്ല അത്ര പെട്ടെന്നൊന്നും. അത്രയും എല്ലാവരുടെയും ഹൃദയങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയുടെ ഭാഗമായി തീർന്ന ഒരു മുഖമാണ് അർജുൻ്റേതെന്ന് പറയുന്നത്, അർജുനും ആ ലോറിയും എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അർജുൻ മാത്രമല്ല, ഒരുപാട് പേർ മണ്ണടിഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നദിയോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണൻ്റെ ഒരു ചായക്കടയും ആ ലക്ഷ്മണൻ്റെ ഭാര്യയും മക്കളും എല്ലാം അതിനോടൊപ്പം തന്നെ പോയതാണ്. ലക്ഷ്മണൻ്റെ ഭാര്യ സഹോദരനായിട്ടുള്ള ജഗന്നാഥൻ എന്ന് പറയുന്ന അദ്ദേഹം, എല്ലാവരും. അപ്പം ഇവർക്കെല്ലാവർക്കും കൂടി നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളിയായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന സഹോദരന് കൂടി ഉള്ളതാണ് ആ ഒരു വിളക്ക് മാടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിളക്ക് കാലം എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു ഈ പറയുന്ന കണക്ക് ഒരു ആർക്കൊക്കെയോ ഉള്ളൊരു മെസ്സേജ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ആ ഒരു വിളക്കുമാടം എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ദൂരയാത്രകൾ ചെയ്യുന്ന ലോറി ഡ്രൈവേഴ്സ്, വാഹനങ്ങൾ പലവിധത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി നോക്കി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ ചുറ്റുപാടുകൾ എത്തരത്തിലാണെന്നോ എങ്ങനെയാണെന്നോ എത്രത്തോളം അപകട ഭീതി ഉള്ളതാണെന്നോ ഒന്നും ചിന്തിക്കാറില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷമെങ്കിലും കുറച്ച് പേരെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. കാരണം മലയുടെ താഴ്വാരത്തിലോ, അല്ലെങ്കിൽ പറയുന്ന കണക്ക് എങ്ങനെയെങ്കിലും ഈ പറയുന്ന നദീതീരങ്ങളിലൊക്കെ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടമാണ് ഉണ്ടാവാനുള്ള ചാൻസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാഴ്ചയാണ് ഈ ശിരൂർ അപകടം നമുക്ക് ഒരുക്കി തന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആരൊക്കെയോ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം അവിടെ മൺമറഞ്ഞു പോയ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഇതിൽ എത്ര പേര്, ആ നദിയുടെ അങ്ങേറ്റത്ത് ഗംഗാവലി പുഴയുടെ തീരത്ത് താമസിച്ചിരുന്ന ഒരുപാട് വീടുകളും തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മരണപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഉള്ളൊരു തിരുനാളം കത്തിക്കുന്ന ഒരിടമായിട്ട് അതിന് എക്കാലം ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കും. അപ്പം എപ്പോഴും ഒരു തീരാ നോവായിട്ട് മാത്രമാണ് നമുക്ക് അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ്റെ മുഖം ഓർത്തെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് എത്ര പേര് ഈ വീഡിയോ ബാക്കിയുള്ളവർ കണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാവർക്കും മനസ്സിൽ ഇപ്പോഴും ഒരു വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരു മുഖം തന്നെയാണ് അർജുൻ്റെ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നത്.
പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇന്ന് എൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റായിട്ട് വന്നിട്ടുള്ളതാണ് കുറച്ചധികം വേദനിപ്പിക്കുന്ന തരത്തിലേക്ക്. അതായത് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഞാൻ അതിനുവേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് കാത്തിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ, ഓരോരോ ആഗ്രഹങ്ങൾ കാണും. അതിൻ്റെയൊക്കെ ഫലമാണ് ഓരോരുത്തരുടെയും ഓരോ ഇത്തരത്തിലുള്ള സർവൈവലുകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്, അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ആ വീഡിയോ ഞാൻ പോലും അറിയാതെ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഒരുപക്ഷെ ടെക്കി വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ആൾക്കാരെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന തരത്തിലേക്ക് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ ചെയ്യുന്ന കബളിത്തരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പിക്കുന്ന സാധനങ്ങൾ കൂടി ഞാൻ ആ വീഡിയോയിലൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രതിഫലനമായിരിക്കണം ഏതോ ഒരാൾ ഏതോ ഒരു ഐഡിയയിൽ നിന്ന് ഞാൻ പറഞ്ഞതെല്ലാം പൊട്ടത്തരങ്ങളാണ്, മന്ദത്തരങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആ ഒരാളെ എനിക്ക് ഒരാളായിരിക്കില്ല അതെന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെ ആയിരിക്കും. ചിലവരെ അടുത്ത് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള ചില ശാഠ്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളതാണ്. നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരികൾ മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോയ്ക്കിടയിലും അത്തരത്തിൽ മനോചിന്തയുള്ള ആൾക്കാർ വന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ഏത് രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാലും, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും, കാരണം എൻ്റെ ഓരോ വീഡിയോയ്ക്കും ഇടയിൽ താഴെ വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അത്രയധികം വേദനയോടുകൂടി അല്ലെങ്കിൽ അത്രയധികം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സഹോദരൻ തിരിച്ചു വരണമെന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, എല്ലാ ദൈവങ്ങളെയും എല്ലാ ദിവസവും വിളിച്ചു പറയുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അതിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നവർ കാണത്തില്ല, ആ ഒരു പേര് ഓർക്കുന്നവർ, അതിനുവേണ്ടി മാത്രമാണ്. ഇതിനെ മറ്റൊരു രീതിക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആ കമൻറ്റുകാരനോട് മാത്രമായിട്ട് പറയുകയാണ്, മനുഷ്യത്വമില്ലാത്ത രീതിക്ക് ഇതിനെയെങ്കിലും കണക്കാക്കരുത്.